റിലീസ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പ്രളയ പ്രതിരോധത്തിന് പുതിയ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. സമഗ്ര രൂപരേഖ IIT വിദഗ്ധ സംഘം സർക്കാരിന് കൈമാറി. പുഴകളിലെ മണൽ വാരുന്നത് പഠനത്തിന് ശേഷം മാത്രം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. പ്രധാനമന്ത്രി നാളെ രാവിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. നഗരങ്ങളിൽ കനത്ത സുരക്ഷ. രാഷ്ട്രനിർമ്മാണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത് വന്ദേമാതരത്തോടെ. സൈനിക പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. മലയാളിയായ മേജർ തരുൺ വാസുദേവിന് ശൗര്യചക്ര. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ആഘോഷത്തിന് വന്ദേമാതരം പാടേണ്ടെന്ന് നിർദ്ദേശം. സിന്ധു നദീജല കരാറിൽ പാക് പ്രധാനമന്ത്രിയുടെ ഭീഷണി തള്ളി ഇന്ത്യ. കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്നും ഇന്ത്യയുടെ സഹിഷ്ണുതയെ ബലഹീനതയായി കാണരുതെന്നും മുന്നറിയിപ്പ്. മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പിൽ ധനവകുപ്പിന്റെ അന്വേഷണം ഉടൻ. വിജിലൻസ് ഉൾപ്പെടെ ത്രിതല അന്വേഷണത്തിന് സാധ്യത. സ്പോൺസറുടെ ക്രിമിനൽ പശ്ചാത്തല മുന്നറിയിപ്പ് കഴിഞ്ഞ സർക്കാർ അവഗണിച്ചെന്ന് പോലീസ് റിപ്പോർട്ട്. പണത്തിന്റെ ഉറവിടം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് കായികമന്ത്രി OJ ജനീഷ്. വീടിന്റെ വാർഷിക വാടക 12 മാസം വരെയുള്ള തവണകളായി അടയ്ക്കാൻ ദുബായിൽ അവസരമൊരുങ്ങുന്നു. റെന്റ് നൗ പേ ലെറ്റർ സംവിധാനം അടുത്ത മാസം നിലവിൽ വന്നേക്കും. പദ്ധതി ഒരുക്കുന്നത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്ന്. ഇന്ത്യ ശ്രീലങ്ക 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ ഗാലയിൽ തുടക്കം. 3 സ്പിന്നർമാർ ഇന്ത്യൻ ടീമിൽ. ഇന്ത്യ ലോക ചാമ്പ്യൻഷിപ്പ് നില മെച്ചപ്പെടുത്താൻ വീടിന്റെ വാർഷിക വാടക 12 മാസം വരെയുള്ള തവണകളായി അടയ്ക്കാൻ ദുബായിൽ അവസരമൊരുങ്ങുന്നു. റെന്റ് നൗ പേ ലേറ്റർ സംവിധാനം അടുത്ത മാസം നിലവിൽ വന്നേക്കും. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പ്രാദേശിക ബാങ്കും ചേർന്നാണ് പദ്ധതി ഒരുക്കുന്നത്. റെന്റ് നൗ പേ ലേറ്റർ പദ്ധതി നടപ്പാവുന്നതോടെ താമസക്കാർക്ക് വീടിന്റെ വാർഷിക വാടക താങ്ങാനാവുന്ന രീതിയിൽ മാസത്തവണകളായി അടയ്ക്കാൻ കഴിയും. പലിശ ഈടാക്കാതെയായിരിക്കും തവണ സംവിധാനം ഒരുക്കുക എന്നതാണ് വിവരം. ദുബായിൽ മലയാളികളടക്കമുള്ള സാധാരണക്കാരായ ഒട്ടേറെ പ്രവാസികൾക്ക് പദ്ധതി സഹായകമാകും. നിലവിലെ നിർദ്ദേശമനുസരിച്ച് താമസക്കാരൻ വാടകയ്ക്ക് അനുയോജ്യമായ വീട് തിരഞ്ഞെടുക്കണം. പിന്നീട് പങ്കാളിത്തമുള്ള ബാങ്ക് വീട്ടുടമയ്ക്ക് മുഴുവൻ വാർഷിക വാടകയും മുൻകൂറായി നൽകും. തുടർന്ന് താമസക്കാരൻ ബാങ്കിന് 12 മാസം വരെയുള്ള കാലയളവിൽ തവണകളായി തുക തിരിച്ചടച്ചാൽ മതി. എന്നാൽ പദ്ധതിയുടെ അന്തിമ ഘടന ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപേക്ഷയ്ക്കുള്ള യോഗ്യത, ധനസഹായ നടപടികൾ, തിരിച്ചടവ് രീതി, വാടകക്കാരനും വീട്ടുടമയ്ക്കും ബാങ്കിനും ഇടയിലെ ഇടപാട് തുടങ്ങിയവ സംബന്ധിച്ച വിശദാംശങ്ങൾ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കും. നിർദ്ദേശം നടപ്പായാൽ വാടക വിപണിയുടെ ഭാഗമായി തന്നെ ഇത്തരമൊരു സംവിധാനം നടപ്പാക്കുന്ന ലോകത്തിലെ ആദ്യ നഗരമായി ദുബായ് മാറിയേക്കും എന്നാണ് റിപ്പോർട്ട്. വാടകക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ പേയ്മെന്റ് രീതികൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ജൂൺ 23-ന് ഫ്ലെക്സി റെന്റ് പദ്ധതി ആരംഭിച്ചിരുന്നു. മറ്റ് എമിറേറ്റുകളിലും ദുബായിൽ തന്നെയും വീട്ടുവാടക വർഷം 6 ചെക്ക്, 4 ചെക്ക് എന്നീ തരത്തിലൊക്കെ അടച്ചു വരുന്നവരുമുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ബില്ലടച്ച് പുറത്തിറങ്ങുന്ന ഭാഗത്ത് ഇനി മുതൽ ജങ്ക് ഫുഡ് പ്രദർശിപ്പിക്കില്ല. 2027 ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. 4000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കാണ് നിയമം ബാധകമാകുക. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ബില്ലടിക്കാൻ കൗണ്ടറിലെത്തുന്ന ഉപഭോക്താക്കളെ കൊതിപ്പിച്ചു വലയിലാക്കാൻ അടുക്കി വെച്ചിരിക്കുന്ന ജങ്ക് ഫുഡ് വിഭവങ്ങൾ ഇനി അബുദാബിയിൽ കാണില്ല. ഉപഭോക്താക്കളുടെ ശ്രദ്ധയിൽ വേഗത്തിൽ പതിയും വിധം ജങ്ക് ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന അനാരോഗ്യ ഭക്ഷ്യ വിഭവങ്ങൾ ചെക്കൌട്ട് കൗണ്ടറുകളിൽ പ്രദർശിപ്പിക്കുന്ന രീതി അബുദാബി അവസാനിപ്പിക്കുകയാണ്. ഉയർന്ന അളവിൽ കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര എന്നിവ അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനാണ് നിയന്ത്രണം. എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കില്ല. പകരം പ്രവേശന കവാടങ്ങൾ, വേഗത്തിൽ കണ്ടെത്തുന്ന പ്രധാന ഇടങ്ങൾ, ചെക്കൌട്ട് കൗണ്ടറുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിവെക്കണം. ഓൺലൈൻ വിൽപ്പനയിലും ഹോം പേജ്, സെർച്ച് റിസൾട്ടുകൾ, പ്രൊമോഷണൽ പോപ്പപ്പുകൾ, ചെക്കൌട്ട് പേജുകൾ തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ പാടില്ല. നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി അബുദാബിയിലെ സൂപ്പർമാർക്കറ്റുകൾ തങ്ങളുടെ സ്റ്റോർ ലേഔട്ട്, ചെക്കൌട്ട് ഡിസ്പ്ലേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ പരിശോധിച്ചു തുടങ്ങി. മിഠായികൾക്കും സ്നാക്കുകൾക്കും ഈ നിയമം ബാധകമാണ്. അമൃത ന്യൂസ്, അബുദാബി.
ഹോർമൂസ് കടലിടുക്കിൽ UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് UAE ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക് അറിയിച്ചു. 2 ആഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. സംഭവത്തെ UAEയും GCC കൗൺസിലും ശക്തമായി അപലപിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന അഡ്നോക്കിന്റെ 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും അധികൃതർ അറിയിച്ചു. ഇറാന്റെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിനെ സാമ്പത്തിക സമ്മർദ്ദത്തിനുള്ള ഉപാധിയായി ഇറാൻ ഉപയോഗിക്കുന്നത് കടൽ കൊള്ളയ്ക്ക് തുല്യമാണെന്നും മേഖലയുടെ സ്ഥിരതയ്ക്കും ജനങ്ങൾക്കും ആഗോള ഊർജ്ജ വിതരണത്തിനും നേരിട്ടുള്ള ഭീഷണിയാണെന്നും UAE കുറ്റപ്പെടുത്തി. ആക്രമണത്തെ സൗദി, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങളും GCC കൗൺസിലും അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ സമുദ്രഗതാഗതത്തിന്റെ സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ വിതരണത്തിനും നേരിട്ടുള്ള ഭീഷണിയാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ചയും ഹോർമൂസിൽ അഡ്നോക്കിന്റെ എണ്ണക്കപ്പലിന് നേരെ സമാനമായ ആക്രമണം നടന്നിരുന്നു. അമൃത ന്യൂസ്, അബുദാബി. ദുരിതമനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും എത്തിക്കുന്നത് UAE തുടരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി 11 ടൺ മരുന്നുകൾ ദുബായ് അയച്ചു. ഈജിപ്തിലെ അൽ അരിഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മരുന്നുകൾ ഇനി കരമാർഗം ഗസയിലേക്ക് എത്തിക്കും. 3 വിമാനങ്ങൾ കൂടി മരുന്നുകൾ, ടെന്റുകൾ, പോഷകാഹാര ആവശ്യങ്ങൾക്കുള്ള ഫോർട്ടിഫൈഡ് ബിസ്ക്കറ്റുകൾ എന്നിവയുമായി വൈകാതെ പുറപ്പെടും. 4 വിമാനങ്ങളിലായി വരും ആഴ്ചകളിൽ ഗസയിലേക്ക് 150 ടൺ ആരോഗ്യ സാമഗ്രികൾ എത്തിക്കാനാണ് പദ്ധതി. സൗദി അറേബ്യയിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചും പ്രമുഖ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിർണായക മാറ്റങ്ങൾ വരുത്തിയും സൽമാൻ രാജാവിന്റെ രാജകീയ ഉത്തരവ്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുടെ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിലാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത്. നിലവിലെ മന്ത്രിസഭാ അംഗങ്ങളെല്ലാം സ്ഥാനങ്ങളിൽ തുടരും. മന്ത്രിസഭയുടെ കാലാവധി 4 വർഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ലോക്കൽ കണ്ടന്റ് ആൻഡ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് അതോറിറ്റി ചെയർമാനായി അമീർ അബ്ദുൾ അസീസ് ബിൻ സൽമാനെയും ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി പുതിയ അധ്യക്ഷനായി മന്ത്രി പദവിയോടെ മാസിൻ അൽ സുദൈരിയെയും നിയമിച്ചു. രാജ്യത്തിന്റെ ഭരണനിർവഹണ മികവും സാമ്പത്തിക സുസ്ഥിരതയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉത്തരവുകൾ നടപ്പാക്കുന്നത്. മസ്ജിദുൽ ഹറമിൽ തവാഫും സഅയും സുഗമമായി പൂർത്തിയാക്കാൻ ഉംറ തീർത്ഥാടകർ തിരക്ക് കുറഞ്ഞ സമയങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ഇരുഹറം കാര്യാലയ ജനറൽ അതോറിറ്റി അഭ്യർത്ഥിച്ചു. രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെയും രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയുമാണ് ഹറമിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയം. രാവിലെ 5 മുതൽ 8 വരെ മിതമായ തിരക്കും വൈകുന്നേരം 5 മുതൽ രാത്രി 9 മണി വരെ കടുത്ത തിരക്കും അനുഭവപ്പെടും. തത്സമയ ജനത്തിരക്ക് സൂചികകളും ഡിജിറ്റൽ സേവനങ്ങളും പരിശോധിച്ച് സമയം തിരഞ്ഞെടുക്കാൻ അതോറിറ്റി നിർദ്ദേശിച്ചു. ലോകത്തിൽ പെട്രോളിന് ഏറ്റവും വില കുറവുള്ള 8 രാജ്യങ്ങളിലൊന്നായി കുവൈറ്റ്. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ സാമ്പത്തിക പ്രസിദ്ധീകരണമായ യാഹൂ ഫിനാൻസ് പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. കുവൈറ്റ് സർക്കാർ പെട്രോളിന് നൽകി വരുന്ന സബ്സിഡിയുടെ ഭാഗമായാണ് കഴിഞ്ഞ 10 വർഷമായി പെട്രോൾ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നത്. 1 ലിറ്റർ പെട്രോളിന് 85 ഫിൽസ് അഥവാ $0.25 മാത്രമാണ് കുവൈറ്റിലെ നിരക്ക്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ 1/3 അതിൽ താഴെയോ ആണിത്. ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിന് ഏറ്റവും ഉയർന്ന വില UAE-ലാണ്. 1 ലിറ്റർ പെട്രോളിന് UAE-യിൽ 3.21 ദിർഹമാണ് വില. സൗദിയിൽ 2.18 റിയാലും ഒമാനിൽ 229 ബൈസയും ഏകദേശം 205 കുവൈറ്റ് ഫിൽസ്, ഖത്തറിൽ 2.5 റിയാലും ഏകദേശം 190 കുവൈറ്റ് ഫിൽസ് ആണ് 1 ലിറ്റർ പെട്രോളിന് നൽകേണ്ടത്. കുവൈറ്റിന് ശേഷം പെട്രോൾ വില കുറവുള്ള ഗൾഫ് രാഷ്ട്രം ബഹ്റൈനാണ്. പൗരത്വ അന്വേഷണത്തിനായുള്ള സുപ്രീം കമ്മിറ്റി 30 പേരുടെ കൂടി കുവൈറ്റ് പൗരത്വം റദ്ദാക്കി. പൗരത്വം പരിശോധിക്കാനുള്ള സുപ്രീം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അസബ്ബാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. രാജ്യത്ത് വ്യാജ പൗരത്വവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളുടെ പൗരത്വമാണ് വ്യാജരേഖകൾ, ഇരട്ട പൗരത്വം, ക്രിമിനൽ പശ്ചാത്തലം എന്നിവ മുൻനിർത്തി സർക്കാർ റദ്ദാക്കിയത്. കുവൈറ്റ്
കുവൈറ്റിൽ വിദേശ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ തുല്യതാ അംഗീകാരത്തിനായി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ സഹേൽ ആപ്പ് വഴി മുൻകൂർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെന്ന് കുവൈറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ ഏകീകൃത ഇലക്ട്രോണിക് സേവന ആപ്ലിക്കേഷനായ സഹേൽ ആപ്പ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. ഈ സംവിധാനം ഓഗസ്റ്റ് 16 ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിദേശ വിദ്യാഭ്യാസ യോഗ്യതകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കായി എത്തുന്നവർ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും മാത്രമായിരിക്കും പരിശോധനാ വിഭാഗത്തിൽ നിന്ന് ഈ സേവനം ലഭ്യമാകുക. മുൻകൂർ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നത് തിരക്ക് നിയന്ത്രിക്കാനും സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ലഭ്യമാക്കാനുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ ജിലിബ് അൽ ഷുയൂഖ് പ്രദേശത്തുണ്ടായ വാഹനാപകടത്തിൽ 50 വയസ്സുകാരനായ ബംഗ്ലാദേശി ഡ്രൈവർ കൊല്ലപ്പെട്ടു. പ്രദേശത്തെ പാർക്കിംഗിൽ നിർത്തിയിട്ടിരുന്ന സ്വന്തം ബസ്സിൽ നിന്നിറങ്ങി ബസിന്റെ പിൻഭാഗം പരിശോധിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. 2 ബസ്സുകൾ ഒന്നിനു മുന്നിൽ മറ്റൊന്നായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ഡ്രൈവർ ബസിന്റെ പിൻഭാഗം പരിശോധിക്കവേ പിന്നിൽ നിർത്തിയിട്ട ബസിന്റെ ഡ്രൈവർ ബസ് മുന്നോട്ട് നീക്കുകയായിരുന്നു. ഇതേ തുടർന്ന് 2 ബസ്സുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ ഡ്രൈവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അപകടത്തിന് കാരണമായ ബസിന്റെ ഡ്രൈവർ ഇന്ത്യക്കാരനാണ്. തുടർ നടപടിക്കായി കേസ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറി. പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് അബുദാബിയിലെ ഇന്ത്യൻ ലസ്സി ഷോപ്പ് അധികൃതർ പൂട്ടിച്ചു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ആവർത്തിച്ചുള്ള വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചതെന്ന് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിച്ചു. ദ ലസ്സി ഷോപ്പിന്റെ ഒരു ശാഖയാണ് താൽക്കാലികമായി പൂട്ടിയത്. സ്ഥാപനത്തിലെ ഭക്ഷ്യ നിയന്ത്രണ പരിശോധനാ റിപ്പോർട്ടിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്ഥാപനം സ്വീകരിച്ചില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പിന്നാലെയാണ് ഭക്ഷ്യസുരക്ഷയും ഉപഭോക്താക്കളുടെ ആരോഗ്യവും സംരക്ഷിക്കാനായി അടിയന്തര നടപടി സ്വീകരിച്ചത്. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ 10ാം പതിപ്പിന് ഒക്ടോബർ 31 തുടക്കമാകും. നവംബർ 29 വരെ 30 ദിവസം നീളുന്ന പരിപാടിയിൽ പ്രായം, ശാരീരിക ക്ഷമത, കഴിവ് തുടങ്ങിയ വ്യത്യാസമില്ലാതെ താമസക്കാരെയും സന്ദർശകരെയും പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. 30 ദിവസം തുടർച്ചയായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് ശാരീരിക വ്യായാമത്തിൽ ഏർപ്പെടുകയാണ് ചലഞ്ചിന്റെ പ്രധാന ലക്ഷ്യം. കൂടുതൽ ആളുകളിലേക്ക് പരിപാടിയുടെ സന്ദേശം എത്തിക്കാനും പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത്തവണ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആശയത്തിൽ 2017 ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കമായത്. 9 പതിപ്പുകളിലായി 1.6 കോടിയിലേറെ പേരാണ് ചലഞ്ചിന്റെ ഭാഗമായത്. ഈ വർഷത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സെപ്റ്റംബർ 14 മുതൽ 17 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കും. AI, റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി, സ്മാർട്ട് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇത്തവണത്തെ ATM ട്രാവൽ ടെക്കിൽ അവതരിപ്പിക്കും. മധ്യപൂർവ്വദേശത്തെ ഹോസ്പിറ്റാലിറ്റി മേഖലയുടെ ശക്തമായ തിരിച്ചുവരവിന് കൂടിയാണ് ട്രാവൽ മാർക്കറ്റിലൂടെ വഴിയൊരുങ്ങുന്നത്. 30 രാജ്യങ്ങളിൽ നിന്നായി 180-ലേറെ പ്രദർശകർ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പങ്കെടുക്കും. നവീകരണവും അനുഭവാധിഷ്ഠിത ടൂറിസവും മുൻനിർത്തി മിഡിൽ ഈസ്റ്റിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയുടെ അടുത്ത ഘട്ടത്തിന് ATM വേദിയാകും. മധ്യപൂർവ്വദേശത്തെ ഹോസ്പിറ്റാലിറ്റി മേഖല ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ടൂറിസം മേഖലയിലെ ദീർഘകാല നിക്ഷേപവും അടിസ്ഥാന സൗകര്യ വികസനവും ഇതിന് കാരണമാണ്. ലോകത്ത് അതിവേഗം വളരുന്ന ടൂറിസം മേഖലകളിലൊന്ന് മധ്യപൂർവ്വദേശം എന്നാണ് കണക്കുകൾ. UAE, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വൻ നിക്ഷേപങ്ങൾ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്ക് കരുത്തേകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തടസ്സപ്പെട്ടിരുന്ന മേഖലയിലെ ആകെ ടൂറിസം സാധ്യതകൾക്ക് കൂടുതൽ വേഗം പകരുന്നതാവും ഇത്തവണത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്. അമൃത ന്യൂസ്, ദുബായ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കേരളത്തിലുണ്ടാക്കുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി IIT-കളിലെ വിദഗ്ധർ മുഖ്യമന്ത്രിക്ക് സമഗ്ര രൂപരേഖ സമർപ്പിച്ചു. പദ്ധതി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ വകുപ്പിനെയും ജലവിഭവ വകുപ്പിനെയും ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തുണ്ടാകുന്ന തീവ്രമഴ, നഗരങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീര പ്രളയം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയമായ മുന്നൊരുക്കം, പ്രളയ പ്രതിരോധ സംവിധാനം എന്നിവ ഉൾപ്പെട്ട സമഗ്ര രൂപരേഖയാണ് IIT വിദഗ്ധർ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റിമോട്ട് സെൻസറിംഗ്, ഹൈഡ്രോഡൈനാമിക് മോഡലിംഗ്, കൃത്യതയാർന്ന മഴപ്രവചന സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങൾ നേരത്തെ കണ്ടെത്താനും കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും കഴിയും.
നദികളിലെയും കായലുകളിലെയും എക്കലും മണ്ണും നീക്കം ചെയ്യുന്ന നടപടികൾ പ്രകൃതിയെയും ജലത്തിൻ്റെ ഒഴുക്കിനെയും എങ്ങനെ ബാധിക്കുമെന്ന് ശാസ്ത്രീയമായി പഠിച്ച ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതിയുടെ സാങ്കേതിക പ്രായോഗികതയും സാമ്പത്തിക ബാധ്യതകളും നടപ്പാക്കൽ രീതികളും വിശദമായി പരിശോധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജലവിഭവ വകുപ്പിനും ദുരന്ത നിവാരണ വകുപ്പിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. IIT റൂർക്കി, പാലക്കാട്, കോട്ടയം എന്നിവിടങ്ങളിലെ വിദഗ്ധർ അടങ്ങിയ സംഘമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 80ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ദേശീയ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. ചടങ്ങുകളിൽ ഇത്തവണ വന്ദേമാതരവും ആലപിക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷിക ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ചെങ്കോട്ടയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. സർക്കാരിന്റെ നയങ്ങളും രാജ്യത്തിന്റെ മുൻപോട്ടുപോക്കും വ്യക്തമാക്കി ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്തുടനീളം തിരംഗ യാത്രകൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഹർ ഘർ തിരംഗ ആഹ്വാനം ഏറ്റെടുത്ത് ഓരോ വീടുകളിലും ത്രിവർണ്ണ പതാക പാറിപ്പറക്കുന്നു. പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളുണ്ടായിട്ടും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലാണ് ഭരണാധികാരികൾ പതാക ഉയർത്തുന്നത്. 1600കളിൽ പണിത ചെങ്കോട്ട ഒരു കാലത്ത് മുഗൾ ചക്രവർത്തിമാരുടെ അധികാരത്തിന്റെ പ്രതീകമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈനിക സാന്നിധ്യം. ഒടുവിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ പതാക ഉയർത്തിയതും ഈ കോട്ടയിലായിരുന്നു. ഒരുപാട് കരുത്തരായ ഭരണാധികാരികളുടെ ശബ്ദം മുഴങ്ങിയ കോട്ട. 2014 മുതൽ നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ അതുവരെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കവചം എടുത്തുമാറ്റിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ചരിത്രത്തിലും വർത്തമാനകാലത്തിലും അധികാരത്തിന്റെ കൂടി പ്രതീകമായ ചെങ്കോട്ടയിലേക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ സൈനിക മേധാവിമാർ ചേർന്ന് സ്വീകരിക്കും. ദേശീയ പതാക വാനിലേക്ക് ഉയർന്നു പറക്കുമ്പോൾ 21 ഗൺ സല്യൂട്ടുകൾ മുഴക്കുന്നതും പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമാണ്. എന്നാൽ ഇത്തവണ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരവും ഉയർന്നു കേൾക്കുമെന്നത് പ്രധാനപ്പെട്ട മാറ്റമാകും. പ്രതിരോധ സാമ്പത്തിക മേഖലയിൽ രാജ്യം കരുത്തോടെ മുൻപോട്ട് കുതിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ചെങ്കോട്ടയിലേക്ക് കാതോർക്കുകയാണ് രാജ്യം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. രാഷ്ട്രനിർമ്മാണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. രാഷ്ട്രപതി എവിടെ ഒളിച്ചാലും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായുള്ള സിന്ധു നദീജല കരാർ ഒത്തുതീർപ്പുകളില്ലാതെ നിർത്തിവെച്ചത് ദേശീയ സുരക്ഷാ തീരുമാനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകര ശൃംഖലകൾക്കെതിരെ കൃത്യമായ പ്രഹരമേൽപ്പിക്കാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ ശേഷി തെളിയിച്ചു. ഇന്ത്യയെ പൂർണ്ണമായും നക്സൽ വിരുദ്ധമാക്കാൻ കഴിഞ്ഞത് വലിയൊരു ദേശീയ നേട്ടമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. സർക്കാർ യുവാക്കൾക്കൊപ്പമെന്നും പരീക്ഷകളിൽ സർക്കാർ സുതാര്യത ഉറപ്പാക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. प्यारे देशवासियों, सत्य और न्याय के पक्ष में मानवता विरोधी शक्तियों पर विजय प्राप्त करने की भारतीय परंपरा पर हम गर्व करते हैं. 26 जुलाई को हमने कारगिल विजय दिवस मनाया. उसके पहले 7 मई को ऑपरेशन सिंदूर के आरंभ का 1 वर्ष पूरा होने पर हमने अपनी सेनाओं के अतुल्य पराक्रम का स्मरण किया. आतंकवाद के विरुद्ध ऐतिहासिक ऑपरेशन
भारतीय सेनाओं की अचूक क्षमता का प्रमाण है। आतंकियों और उनके समर्थकों को ये कठोर संदेश दिया गया कि वे चाहे कहीं भी जाकर छिप जाएं, लेकिन उन्हें आपने किए की सजा जरूर मिलेगी। आतंकवाद को संरक्षण देने वाले देश के साथ अतीत में की गई सिंधु जल संधि का निलंबन करना हमारे देश के विशेषकर किसानों के हित में एक निर्णायक कदम है। സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള സൈനിക മെഡലുകൾ പ്രഖ്യാപിച്ചു. 9 പേർക്ക് കീർത്തിചക്രയും 19 പേർക്ക് ശൗര്യചക്രയും 7 പേർക്ക് മരണാനന്തര ബഹുമതിയും ലഭിക്കും. മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവിന് ശൗര്യചക്ര നൽകും. ജമ്മുകശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത ഓപ്പറേഷനിൽ ധീരമായ സേവനം കാഴ്ചവെച്ചതിനാണ് മേജർ തരുൺ ആദരം. മണിപ്പൂരിലെ ഭീകരാക്രമണം നേരിട്ടതിന് ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസിനെ കീർത്തിചക്ര നൽകി ആദരിക്കും. കിഷ്ത്വാർ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഗജേന്ദ്ര സിംഗിന് കീർത്തിചക്ര സമ്മാനിക്കും. ജമ്മുകശ്മീർ പോലീസിലെ 6 ഉദ്യോഗസ്ഥർക്കും കീർത്തിചക്ര നൽകി ആദരിക്കും. കത്വ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച ഉദ്യോഗസ്ഥരാണിവർ. ഭീകര ശൃംഖലകൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ കഴിവ് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതിയുടെ സേനാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 11 പേർക്കാണ് പുരസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP S ശശിധരന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ഈ വർഷം കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച ഏക ഉദ്യോഗസ്ഥനാണ് ശശിധരൻ. IG രാജ്പാൽ മീണ, SP ബിനു ആർ പിള്ള, DYSP VR രവികുമാർ, DYSP ഉജ്വൽ കുമാർ, SI ജ്യോതിഷ് കുമാർ, DYSP സുരേഷ് ബാബു എന്നിവർ മെറിറ്റോറിയസ് സർവീസ് മെഡലിനും അർഹരായി. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ സ്കൂളുകളിലും വന്ദേമാതരം ആലപിക്കേണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. സംസ്ഥാന പ്രോട്ടോകോൾ അനുസരിച്ച് ദേശീയഗാനം മാത്രം ആലപിച്ചാൽ മതിയെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയഗാനത്തിനൊപ്പം ദേശഭക്തി ഗാനങ്ങളും ആലപിക്കാം. എന്നാൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പ്രകോപനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നോക്കാതെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യയുടെ സഹിഷ്ണുത ബലഹീനതയായി തെറ്റിദ്ധരിക്കരുത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഉദാഹരണമാണെന്നും ഡിസ്കവറി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഡോവൽ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മറുപടി നൽകുമെന്ന പ്രകോപനപരമായ പ്രസ്താവന അടുത്തിടെ പാകിസ്ഥാൻ നടത്തിയിരുന്നു. We will go after them. वो जमीन में हो, आसमान में हो, पाताल में हो, जहाँ भी है, we will not forgive. തുടർച്ചയായി പ്രസ്താവനകളിലൂടെ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നൽകിയത്. പ്രത്യാഘാതങ്ങൾ വകവയ്ക്കാതെ ശത്രുക്കൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനന്തര ഫലങ്ങൾ ആലോചിച്ച് അത്തരം നടപടികളിൽ നിന്ന് പുറകോട്ട് പോകില്ലെന്നും ഇന്ത്യയുടെ സഹിഷ്ണുത ദൗർബല്യമായാലും തെറ്റിദ്ധരിക്കരുതെന്നും അജിത് ഡോവൽ പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയതെന്നും ഡിസ്കവറി ചാനലിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ അജിത് ഡോവൽ വ്യക്തമാക്കി. Once anything starts, we are willing to go as far as it is necessary for a nation to preserve its sovereignty, and there is no limits on that. We fight till the last drop of the blood. പാകിസ്ഥാന്റെ ഓരോ ഭാഗവും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലാണെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈനിക നീക്കത്തിനിടെ ഭീകര കേന്ദ്രങ്ങൾക്കപ്പുറം പാകിസ്ഥാന്റെ സൈനിക സിവിലിയൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നില്ല. അത് ഇന്ത്യയുടെ ക്ഷമയെയും നിയന്ത്രണത്തെയുമാണ് കാണിക്കുന്നത്. ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ അപേക്ഷിക്കേണ്ടി വന്നെന്നും അജിത് ഡോവൽ വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് റദ്ദാക്കിയ സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് കടുത്ത മറുപടി നൽകുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണങ്ങൾക്കിടെയാണ് അജിത് ഡോവൽ പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ധനകാര്യ വകുപ്പിന്റെ അന്വേഷണം ഉടൻ ആരംഭിക്കും. വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഫെമ നിയമലംഘനത്തിൽ ED അന്വേഷണവും ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ സ്പോൺസറുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാരിന് പോലീസ് മുന്നറിയിപ്പ് നൽകിയതായാണ് കണ്ടെത്തൽ. പോലീസ് റിപ്പോർട്ട് അവഗണിച്ചാണ് കഴിഞ്ഞ സർക്കാർ മുന്നോട്ടു പോയതെന്നും വിലയിരുത്തലുണ്ട്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ത്രിതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കാനാണ് സർക്കാർ നീക്കം.
സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ധനകാര്യ വകുപ്പിന്റെ അന്വേഷണം ഉണ്ടാകും. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് നീക്കം. വിജിലൻസ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചേക്കും. അന്താരാഷ്ട്ര നാണയ വിനിമയ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമ്പോൾ ഇഡിയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകും. ഖജനാവിൽ നിന്ന് ചില്ലിക്കാശ് പോലും നഷ്ടമായിട്ടില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ആവർത്തിക്കുമ്പോഴും GST ഉൾപ്പെടെ കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ. GST വെട്ടിപ്പ് പ്രത്യേകം അന്വേഷിക്കാനാണ് ആലോചന. അതിനിടെ ഇക്കാര്യങ്ങൾ മുൻ സർക്കാരിന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്പോൺസറുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിശദമായ റിപ്പോർട്ടാണ് പോലീസ് അന്നത്തെ സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. സാമ്പത്തിക തട്ടിപ്പിനുള്ള സംശയവും പോലീസ് പ്രകടിപ്പിച്ചിരുന്നു. ED അന്വേഷണം വന്നാൽ സർക്കാർ കുരുക്കിലാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോയത്. എത്രയും വേഗം സമഗ്ര അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി വിവാദത്തിൽ പ്രതികരണവുമായി കായിക മന്ത്രി OJ ജനീഷ്. ആക്ഷേപം തുടങ്ങുന്നത് തന്നെ RBC സ്പോൺസറാക്കിയതിൽ വ്യക്തമായ അന്വേഷണം നടന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. മുൻകാലങ്ങളിൽ ഇവന്റുകൾ നടത്തി പരിചയമുള്ള കമ്പനികളെയാണോ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ള പരിശോധന നടന്നില്ല. അതുതന്നെയാണ് ഈ ഫയലുകളിലെ ഏറ്റവും വലിയ അവ്യക്തതയായി നിൽക്കുന്നത് തന്നെ. ഇവന്റ് നടന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും വ്യക്തതയില്ല. കരാറിലും അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും OJ ജനീഷ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയമെന്നാൽ മറ്റ് നേതാക്കളെ കെട്ടിപ്പിടിക്കൽ മാത്രമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ BJP. സംസ്കാരത്തിന് ചേരാത്ത പ്രതികരണമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നും ഇനി എന്നാണ് അദ്ദേഹത്തിന് പക്വത വരികയെന്നും BJP നേതാക്കൾ. രാഹുൽ ഗാന്ധി മാനസികമായി നിരാശനാണെന്നും ചികിത്സ നൽകണമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. മോദിയുടെ രീതിയെ പരിഹസിക്കാനായി രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിനെ കെട്ടിപ്പിടിച്ച് കാണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ രാഹുൽ ഗാന്ധി വിമർശിച്ചത്. വിദേശ നയത്തെക്കുറിച്ച് മോദിക്ക് ധാരണയില്ല. വിദേശ നയമെന്നാൽ ലോക നേതാക്കളെ ആലിംഗനം ചെയ്യുന്നതാണെന്ന ആശയം നരേന്ദ്രമോദിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്നും രാഹുൽ ചോദിച്ചു. ഇതിനു പിറകെ വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതിനെ രാഹുൽ ആലിംഗനം ചെയ്തു കാണിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പേര് സന്ദീപ് ദീക്ഷിത് ആ സമയം പരിഹാസരൂപേണ പറഞ്ഞു. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ പ്രതികരിച്ചത്. സംസ്കാരഹീനമായ പ്രതികരണം നടത്തിക്കൊണ്ട് രാജ്യത്തെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിമർശിച്ചു. ഇനി എന്നാണ് രാഹുലിന് പക്വത വരികയെന്നും രാജ്യത്തിന് പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കളെയാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. प्राइम मिनिस्टर और अपोजिशन लीडर टीका टिप्पणी करने के लिए, क्रिटिसिज्म करने के लिए एक तो भाषा का सभ्यता रहता था, वो सभ्यता संपूर्ण उन्होंने भूल गया है क्योंकि वो सभ्यता ही नहीं है उनके पास. മുൻ പ്രധാനമന്ത്രിയും രാഹുലിന്റെ മുത്തശ്ശിയുമായ ഇന്ദിരാഗാന്ധി ഫിദൽ കാസ്ട്രോയെയും പലസ്തീൻ നേതാവ് യാസർ അറാഫത്തിനെയും ആലിംഗനം ചെയ്ത വീഡിയോകൾ പങ്കുവച്ച BJP നേതാക്കൾ ഇതിന് വിശദീകരണം നൽകാനും രാഹുലിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. രാഹുലിനെയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും പോലെ കുടുംബവാഴ്ച കൊണ്ട് അധികാരത്തിലെത്തിയതല്ലെന്നും ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി മാനസികമായി നിരാശനാണെന്നും ചികിത്സ നൽകാൻ സോണിയാഗാന്ധി മുൻകൈയെടുക്കണമെന്നും ഗിരിരാജ് സിംഗ് പരിഹസിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യത മെച്ചപ്പെടുത്താൻ ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ തുടക്കമാകും. 3 സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. രവീന്ദ്ര ജഡേജ ടീമിൽ മടങ്ങിയെത്തും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരേണ്ടതുണ്ട്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.